ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ മോഡ്യൂളിൽ ബേസിക്കലി എന്താണ് നോക്കിയത്? ഫിൽറ്റർ റിയലൈസേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഫിൽറ്റർ റിയലൈസേഷൻ എന്ന് പറയുമ്പം നമ്മൾ തേർഡ് മോഡ്യൂളിൽ എവിടെ വെച്ചാണ് നിർത്തിയത്? ഡിസൈൻ ഓഫ് ഫിൽറ്റർ. ഓക്കെ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്നവരെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ, മോഡ്യൂൾ 3. അത് കഴിഞ്ഞ് അടുത്ത മോഡ്യൂൾ നമുക്ക് കിട്ടിയ ഈ എച്ച് ഓഫ് ഇസഡിനെ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ആക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? FIRന് സർട്ടൻ ഫോംസ് പഠിച്ചു. അതുപോലെ തന്നെ IAR ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. FIR ഡയറക്റ്റ് ഫോം, കാസ്കേഡ്, ലീനിയർ ഫേസ് റിയലൈസേഷൻ. ഈ 3 ടൈപ്സ് ആണ് നിങ്ങൾ നോക്കിയത്. ഓക്കെ. അതായത് എച്ച് ഓഫ് ഇസഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ എച്ച് ഓഫ് ഇസഡ് വെച്ച് നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം റിയലൈസ് ചെയ്യണം. അതായത് ആഡേഴ്സ്, മൾട്ടിപ്ലയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഡിലേസ് വെച്ചിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം റിയലൈസ് ചെയ്യണം. അതാണ് ഇത്രയും നേരം നമ്മൾ നോക്കിയത്. അപ്പം ആ റിയലൈസ് ചെയ്യുമ്പം ഓരോ ഫോമിൽ, അതായത് ഡയറക്റ്റ് ഫോം ഉണ്ട്, പാരലൽ ഫോം ഉണ്ട്, IARലാണെങ്കിൽ പാരലൽ ഫോം ഉണ്ട്, അങ്ങനെ കുറച്ച് ഫോംസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫോമും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താണ് പാരലൽ ഫോം വരയ്ക്കാൻ IAR ഇപ്പം പഠിച്ചതിന് ശേഷം പാരലൽ ഫോം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കാസ്കേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോം എടുത്ത് വരയ്ക്കരുത്. അതുകൊണ്ട് തന്നെ ഓരോ ഫോമും നല്ല വ്യക്തമായിട്ട് വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ. അതുകൊണ്ട് ഒരുപാട് ഈ ക്ലാസ് ചെയ്യിപ്പിക്കുന്ന പ്രോബ്ലംസ് തന്നെ പോരാ, ഇനിയും പ്രോബ്ലംസ് തന്നെ വേറെയും വേണം. അത് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളത് നോട്ടിൽ ചെയ്യണം. ഓക്കെ. നമ്മൾ ക്ലാസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓൺലൈൻ ആയാലും പിന്നെ ഓഫ്ലൈൻ ആയാലും ക്ലാസ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന IAR ഫിൽറ്ററിൽ ഡയറക്റ്റ് ഫോം 1ഉം ഡയറക്റ്റ് ഫോം 2ഉം ഇന്നലെ ചെയ്യുന്നു. ആ ബ്ലോക്ക് ഡയഗ്രാം നല്ലപോലെ പഠിക്കുക, റിയലൈസ് ചെയ്യാനും പഠിക്കുക. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കാസ്കേഡ്. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ കാസ്കേഡ് ഇന്നലെ എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട് ചെയ്തായിരുന്നു ഇന്നലെ എല്ലാവരും ഇത്? അതായത് IAR ഫിൽറ്ററിൽ ഡയറക്റ്റ് ഫോം 1ഉം ഡയറക്റ്റ് ഫോം 2 കഴിഞ്ഞ് അടുത്ത ഫോം ഓഫ് റിയലൈസേഷൻ ആണ് കാസ്കേഡ് ഫോം ഓഫ് റിയലൈസേഷൻ. ഇൻ ദിസ് ഫോം ഓഫ് റിയലൈസേഷൻ we will split the given h of z into number of or a certain number of, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ k number of subsystem. ഓക്കെ. h of z equal to h1 of z into h2 of z into h3 of z etc. up to hk of z. ഓക്കെ. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ IAR ആണ് നോക്കുന്നത്. FIRൽ ഇതുപോലെ കാസ്കേഡ് പഠിച്ചപ്പം നമ്മൾ വരച്ചിരുന്നു. h of z എന്ന് പറയുന്നത് വിൽ ബി കാസ്കേഡഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ. ഓക്കെ. 2 സിസ്റ്റം ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2 ഫംഗ്ഷനായിട്ട് റിയലൈസ് ചെയ്യാം. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. FIRൽ നമ്മൾ എന്ത് ചെയ്തോ അതേ കൺസെപ്റ്റ് തന്നെയാണ് കാസ്കേഡിൽ, അതായത് ഇവിടെ IARലും വരുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ വരയ്ക്കേണ്ട രീതിയും ഇത് ഏകദേശം സിമിലർ തന്നെയാണ്. അതായത് എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, സിസ്റ്റം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്ന എച്ച് ഓഫ് ഇസഡിനെ ഒരു H1 ഓഫ് ഇസഡും H2 ഓഫ് ഇസഡും ആയിട്ട്, അല്ലെങ്കിൽ H3 ടിൽ H2 ഓഫ് ഇസഡ് വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ H3 ഓഫ് ഇസഡ് വരെ സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് H1 ഓഫ് ഇസഡിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? Y1 ഓഫ് ഇസഡ് ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ Y1 ഓഫ് ഇസഡ് എന്തായിരിക്കും? വിൽ ബിക്കം ഇൻപുട്ട് ടു ദി H2 ഓഫ് ഇസഡ്. ഓക്കെ. will become input to the H2 of Z.
and we will get the output as y2 of z. ഇവിടെ വരുമ്പോൾ y2 of z ആവും. Okay. Then again this y2 of z will become the input to the next system, that is h3 of z. Okay. And hence last we will get y3 of z. ഇത് ഇവിടെ വെച്ച് നിൽക്കില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്, അതായത് നമുക്ക് തരുന്ന h of z അനുസരിച്ച് ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് നമുക്ക് ആഡഡ് അപ്പ് ആവും അല്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ എഴുതിയേക്കുന്നത് h of z ഈക്വൽ ടു h1 of z ഇൻറ്റു h2 of z, h3 of z up to hk of z. Okay, it can be considered as product of a k times subsystem. ഓക്കെ, അതായത് ഒരു എച്ച് ഓഫീസിനെ തന്ന് നമ്മൾ എത്ര സ്പ്ലിറ്റ് ചെയ്യുന്നതനുസരിച്ച് അത്രയും നമ്മൾ റിയലൈസ് ചെയ്യണം, അത്രയും ബ്ലോക്സ് നമ്മൾ റിയലൈസ് ചെയ്യണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് അവിടെ എന്താണ്, നമ്മൾ FIR ചെയ്തപ്പോൾ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാസ്കേഡിൽ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. അതിൽ h1 of z h2 of z രണ്ടും എടുത്തിട്ട് രണ്ടുമാണ് റിയലൈസ് ചെയ്തത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നു. ഇനി നമുക്ക് വേണേ അത് രണ്ടായിട്ട് തന്നെയല്ല, 3 ഫംഗ്ഷനോ അല്ലെങ്കിൽ 4 ഫംഗ്ഷനോ ആയിട്ട് റിയലൈസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ തരുന്ന h of z ഈ ഫോം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോമിലോട്ടാക്കണം, അതായത് 2 ഫംഗ്ഷൻ്റെ ഫോമിലോട്ടാക്കണം. അത് എഴുതിയെടുത്ത് h of z b0 പ്ലസ് b1 z ഇൻവേഴ്സ് b2 z raised to minus 2 into c0 plus c1 z raised to minus 1 plus c2 z raised to minus 2 divided by 1 plus 1 z raised to minus 1 plus a2 z raised to minus 2 into 1 plus b1 z raised to minus 1 plus b2 z raised to minus 2. H of z. Okay. From this we can write h1 of z as b0 plus b1 z raised to minus 1 plus b2 z raised to minus 2 by 1 plus a1 z raised to minus 1 plus a2 z raised to minus 2. നമ്മൾ ഇത്രയും ടേമിനെ, അതായത് ഇത്രയും ടേമിനെ h1 of z എന്നും റെസ്റ്റ് ഓഫ് ദ ടേംസിനെ എന്ത് ചെയ്തു, h2 of z ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം h1 of z അതുപോലെ തന്നെ h2 of z എന്ന് പറയുന്നത് എന്തായിരിക്കും, c0 പ്ലസ് c1 z raised to minus 1 plus c2 z raised to minus 2 by 1 plus d1 z raised to minus 1 plus d2 z raised to minus 2. ഓക്കെ, ഇതാണ് കാസ്കേഡ് ഫോം ഓഫ് റിയലൈസേഷൻ. ഓക്കെ, ഇതിൻ്റെ ഫോം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫോം, അതായത് റിയലൈസേഷൻ ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് സിമിലർ ടു ദി ഏർലിയർ FIR ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? എഴുതിക്കോ ഈ ക്വസ്റ്റ്യൻ. realize the system with difference equation. DE എന്ന് പറയുന്നത് difference equation ആണ്. ഓക്കെ, realize the system with difference equation y of n equal to 3 by 4 y of n minus 1 y of n minus 1 minus 1 by 8 y of n minus 2 plus x of n plus 1 by 3 x of n minus 1. Okay, in cascade form. Realize the system with difference equation y of n equal to 3 by 4 y of n minus 1 minus 1 by 8 y of n minus 2 plus x of n plus 1 by 3 x of n minus 1 in cascade form. Okay, ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. FIR IAR എങ്ങനെ തിരിച്ച് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് y of n. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് IAR സിസ്റ്റം ഫംഗ്ഷൻ, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ ദി
depend on the present input and past input also. ഓക്കെ, അങ്ങനെയാണ് നമുക്കിത് FIR. ഇപ്പോൾ FIR IR എന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ തിരിച്ചറിയണം. ഓക്കെ, അപ്പം നമുക്ക് തന്നേക്കുന്ന Y(n) ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഇസഡ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് എല്ലാവരും ചെയ്തേ. എങ്ങനെ കിട്ടും? Y(n) will be എങ്ങനെ ആവും? Y(z) ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ Y(n) ഈക്വൽ ടു 3/4 Y(n - 1). ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Y(n) ഈക്വൽ ടു 3/4 Y(n - 1) minus 1/8 Y(n - 2) plus X(n) plus 1/3 X(n - 1). Okay, then എന്ത് ചെയ്യും? We will take the Z transform of the given Y(n). Okay, then Y of Z will be equal to 3/4. n minus 1 ആയോണ്ട് എന്ത് വരും? Z raised to -1 Y of Z minus 1/3. ഇവിടെ n minus 2 ആയോണ്ട് Z raised to -2 Y of Z plus X(n) will become X of Z plus then finally 1/3 Z raised to -1 X of Z. Okay, എഴുതിയോ എല്ലാവരും? After that we have to take H of Z. Okay, H of Z എന്താണ്? Y of Z divided by X of Z. ഈ Y of Z ഇക്വേഷൻ, അതായത് ഈ സെക്കൻഡ് ഇക്വേഷൻ, അതാണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് Y of Z by X of Z എടുക്കാമല്ലോ. എടുത്തൂടെ? നിങ്ങൾ എടുത്ത്, അതായത് H of Z, this will be H of Z equal to Y of Z by X of Z. ഓക്കെ, ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? H of Z equal to Y of Z by X of Z equal to 1 plus 1/3 Z raised to -1 divided by 1 minus 3/4 Z raised to -1 plus 1/8 Z raised to -2. എഴുതിയോ എല്ലാവരും? അല്ല, റെസ്പോണ്ട് ചെയ്ത് എഴുതിയോ ഇത്രയും? ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു നമുക്കിത് രണ്ട് ഫംഗ്ഷൻ ആക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ന്യൂമറേറ്ററിന് ഇവിടെ ബ്രാക്കറ്റ് ഇല്ല നോക്കിയോ. ഇത് ഈ ന്യൂമറേറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 plus 1/3 Z ഇൻവേഴ്സ് തന്നെയായിരിക്കും. ബട്ട് വി ക്യാൻ ഫാക്ടറൈസ് ദി ഡിനോമിനേറ്റർ. ഓക്കെ, നിങ്ങൾ ഈ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ദിസ് ഇക്വേഷൻ, അതായത് H of Z equal to Y of Z by X of Z will become 1 plus 1/3 Z raised to -1 divided by 1 minus 1/2 Z inverse into 1 minus 1/4 Z inverse. Okay, finally we will get it as this expression for H of Z. Okay, H of Z equal to Y of Z by X of Z, which will be equal to 1 plus 1/3 Z raised to -1 by 1 minus 1/2 Z raised to -1 into 1 minus 1/4 Z inverse. Okay, then ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? We will write it as product of subsystems. Okay, that is H of Z എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻ ദിസ് കേസ്
we can write it as h1 of z into h2 of z. Okay, we can write h of z as h1 of z into h2 of z. Okay, where we can write h1 of z as 1 by 3 z inverse divided by 1 minus 1 by 2 z inverse. Okay, sorry, 1 plus 1 by 3 z inverse by 1 minus 1 by 2 z inverse. ഇങ്ങനെ h1 of z എഴുതാം. And the rest of the terms we can write it as h2 of z. Okay, so we can write h of z as product of h1 of z and h2 of z, where h1 of z corresponds to 1 plus 1 by 3 z inverse by 1 minus 1 by 2 z inverse, and h2 of z corresponds to 1 by 1 minus 1 by 4 z inverse. Okay, ഇനി എഴുതിയല്ലോ ഇത്ര. ഇനി എന്ത് ചെയ്യണം? We have to consider a variable w1 of z in this case. Okay, so that h1 of z will be equal to y1 of z by x of z. Okay, so in effect we can write this y1 of z by x of z as y1 of z by w1 of z into w1 of z by എന്തായിരിക്കും? എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, ഇൻഎഫക്റ്റീവ് സെയിം തന്നെയല്ലേ? നമ്മൾ w1 ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിള് നേരത്തെ ഡയറക്റ്റ് ഫോം 2 ചെയ്ത പോലെ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തതേ ഉള്ളൂ, വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. h1 of z will be equal to y1 of z by x of z, which will be equal to y1 of z by w1 of z into w1 of z by x of z. Okay, again we can write y1 of z by w1 of z as 1 plus 1 by 3 z inverse. Okay, 1 plus 1 by 3 z inverse, and ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ആക്കിക്കേ y1 ഓഫ് z ടേംസിൽ. So we can write it as y1 of z equal to w1 of z plus 1 by 3 w1 of z inverse. Okay, so that we will get the equation as, or we will get the equation for y1 of z. Okay, and next similarly we can write the w1 of z by x of z as okay, അപ്പോൾ അടുത്ത് എഴുതിക്കോ, w1 of z by x of z എന്തായിരിക്കും? 1 by 1 by 2 z inverse അല്ലേ? നേരത്തെ നിങ്ങൾ ഡയറക്റ്റ് ഫോം 2 ചെയ്ത സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, മിക്സ്ഡ് അപ്പ് ആയി പോകരുത്. സെയിം അത് ചിന്തിച്ച് എഴുതി എഴുതി ചെയ്തു പോവാം. അതായത് നമ്മൾ h1 ഓഫ് ഇസഡിനെ എന്ത് ചെയ്തു? y1 ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതി. അതിൽ നമ്മളൊരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ ആയ w1 ഓഫ് ഇസഡിനെ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. ഇനി കിട്ടിയ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് y1 ഓഫ് ഇസഡ് ബൈ w1 ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 plus 1 by 3 z inverse. അതിനൊരു ഇക്വേഷൻ ആക്കുക ഫോർ y1 ഓഫ് ഇസഡ്, ആൻഡ് യു after that you should write equation for w1 of z. ഓക്കെ, എന്തായിരിക്കും w1 of z by x of z എന്ന് പറയുന്നത്? എന്തായിരിക്കും? 1 by 1 minus 2. അതായത് ഈ ഡിനോമിനേറ്റർ അല്ലേ, ഇത് ഇത്രയും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് 1 by 1 minus 1 by 2 z inverse ആണ്. ഓക്കെ, സോ w1 of z by x of z എന്ന് പറയുന്നത് 1 by 1 minus 1 by 2 z inverse. അതിനെ ഒരു ഇക്വേഷൻ ആക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? w1 of z എൻ ഡൊമൈൻ എടുക്കണമെന്നില്ല, z ഡൊമൈനിൽ തന്നെ വരച്ചാലും മതി. ഓക്കെ, w1 of z will be equal to x of z plus 1 by 2 z inverse w1 of z. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. സിമിലർ പ്രൊസീജിയർ ഈസ് ഡൺ ഫോർ h2 of z ഓൾസോ. ഓക്കെ, അത് തന്നെ സെയിം ഇങ്ങോട്ടും വരയ്ക്കുക. സോറി, ഇങ്ങോട്ടും എഴുതുക. അതായത് h2 of z ഓക്കെ, h2 of z എന്ന് പറയുന്നത് y2 of z by y2 of z by എന്തായിരിക്കും? y1 of z അല്ലേ? നോക്കിയോ,
ഇത് നോക്കിയോ, നമ്മൾ H2 കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്ത് എഴുതരുത്. അതായത് H2 എന്ന് പറയുന്നത് എന്താണ്, Y2 എന്ന് എഴുതരുത്. കാരണം വി ആർ കാസ്കേഡിങ് ദ ഹോൾ സിസ്റ്റം. ഓക്കെ, cascading means the output of the first system will become the input for the second system H2 ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എഴുതണം, H2 will be equal to Y2 by Y1 എന്ന് എഴുതണം. മനസ്സിലായോ? നിങ്ങൾ എഴുതുന്നുണ്ടോ? ആലും പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. ഗേൾസ് ഓക്കെ, അപ്പം H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് Y2 ഡിവൈഡഡ് ബൈ ദ ഇൻപുട്ട് ഓഫ് ദി ഫസ്റ്റ് സിസ്റ്റം. അതായത് H1 എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് Y1. ഓക്കെ, therefore we can write, after considering a intermediate variable W2 we can write it as H2 will be equal to Y2 by W2 into W2 by Y1. Okay, Y2 by W2 into W2 by Y1. Okay, ഇനി സിമിലർലി ഈ Y2 ബൈ W2, അതായത് ഈ ടേംസ് എന്താന്നൊക്കെ കണ്ടുപിടിച്ചേ. H2 എന്താന്ന് നേരത്തെ എഴുതിയല്ലോ. എന്ത് കിട്ടും നോക്കിയേ, നമ്മുടെ H2 എന്ന് പറയുന്നത് 1/1 - 1/4 Z ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ H2. ഓക്കെ, അപ്പം എന്തായിരിക്കും Y2 by W2? We can write it as 1. Okay, the remaining denominator we can write it as W2 by Y1. Okay, Y2 by W2 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, so we can write it as Y2 will be equal to W2. Okay, W2. And similarly we can write this term W2 by Y1 as 1/1/4 1/1 minus 1/4 Z inverse. Okay, after that we can write it as W2 minus 1/4 Z inverse W2 equal to Y1. Okay, നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ ഇവിടെ കിട്ടിയേ? Y1 ഒരു ഇക്വേഷൻ കിട്ടി, W1 ഇക്വേഷൻ എഴുതി. After that we have written Y2 equal to W2. After that we got the fourth equation as W2 equal to n ഡൊമൈനിൽ എഴുതണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, W2 equal to Y1 plus 1/4 Z inverse W2. ഇനി ഈക്വേഷൻ വെച്ചിട്ടൊന്ന് കാസ്കേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചേ. ഇത്രയും ബ്ലോക്ക് ഡയഗ്രം റിയലൈസ് ചെയ്തതല്ലേ, അതായത് FIR ഡയറക്റ്റ്, കാസ്കേഡ്, ലീനിയർ, പിന്നെ IIR ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2, ഇത്രയും റിയലൈസ് ചെയ്തുകൊണ്ട് ഈക്വേഷൻ വെച്ചിട്ടൊന്ന് ശ്രമിച്ച് വരയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ആ കൺസെപ്റ്റ് ആലോചിക്കുക. അതായത് സിസ്റ്റംസ് കാസ്കേഡ് ചെയ്ത് പോവുക. കാസ്കേഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ആഡർ ഉപയോഗിച്ച് കാസ്കേഡ് ചെയ്ത് പോയാൽ മതി. ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചേ. ആദ്യമേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻസിൽ ഫസ്റ്റ് വരുന്ന ഇൻപുട്ട് എവിടെയാണ്, അവസാനിക്കുന്ന ഔട്ട്പുട്ട് എവിടെയാണെന്ന് ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന X ആണ് അല്ലേ, ലാസ്റ്റ് അവസാനിക്കുന്ന എവിടെയാണ്, Y2 അവസാനിക്കുന്നത്. അതായത് H2 ഔട്ട്പുട്ട് Y2 അവസാനിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് H1 അതായത് Y1 വരെയുള്ളത് റിയലൈസ് ചെയ്യുക. അതിനുശേഷം അടുത്തതിനെ പറ്റി ആലോചിച്ചാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിയലൈസ് ചെയ്ത് പോവുക. ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചേ, എങ്ങനെയായിരിക്കും?
ഈ ബ്ലോക്ക് ഡയഗ്രാം ഞാനിവിടെ കൊടുത്തേക്കുന്ന കണ്ടോ? ഫസ്റ്റ് H1 ഓഫ് ഇസഡും രണ്ടാമത് H2 ഓഫ് ഇസഡും ആണ് റിയലൈസ് ചെയ്തേക്കുന്നത്. ഇത് വെച്ച് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ നിങ്ങൾ. നോക്കിയേ, 2 മിനിറ്റ് സമയം തരാം, ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചോ? ഫസ്റ്റ് എന്ത് കൊടുത്തു നമ്മൾ? എക്സ് ഓഫ് ഇസഡ് കൊടുത്തു. നിങ്ങൾ ഈ എൻ വെച്ച് വരയ്ക്കണമെന്നില്ല, ഇസഡ് വെച്ച് തന്നെ വരച്ചാൽ മതി. നിങ്ങൾ ഇത്ര നാൾ ഇസഡ് വെച്ചിട്ടല്ലേ വരച്ചത്, അതുപോലെ തന്നെ വരച്ചാൽ മതി, വേറെ വ്യത്യാസമൊന്നും വരുത്തണ്ട. ഓക്കെ, ഫസ്റ്റ് കൊടുത്തു. എക്സ് ഓഫ് ഇസഡ് എന്താണ് ഇക്വേഷൻ വരുന്നത്? എക്സ് ഓഫ് ഇസഡിന്റെ ആദ്യം നിങ്ങൾ എന്താണ് വരയ്ക്കാൻ ശ്രമിച്ചേ നിങ്ങളിത്? അഷ്ന, വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? അനുശ്രീ, അനുശ്രീ മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. എന്നിട്ട് പറഞ്ഞ എങ്ങനെയാ വരച്ചേന്നൊന്ന്. ആദ്യം എക്സ് ഓഫ് സെഡ് കൊടുത്ത് എന്നിട്ട് ഇക്വേഷൻ വെച്ചിട്ട് വരച്ചു. ആദ്യം ഏതാണ് ഇവിടെ ഇക്വേഷൻ ആണ് എടുത്തത്? W1 ഓഫ് ഇസഡ് തന്നെയല്ലേ? എന്നിട്ട് എന്താ കിട്ടിയത് ആദ്യത്തെ ഔട്ട്പുട്ട്? W1 ഓഫ് സെഡ്. എന്തുവാ? ആദ്യത്തെ ഇക്വേഷന് W1 ഓഫ് സെഡ് അല്ലേ കിട്ടോ? W1 നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് W1 ഓഫ് ഇസഡ് വരച്ചാലല്ലേ ബാക്കി Y1 ഓഫ് ഇസഡ്. നമ്മുടെ ഫസ്റ്റ് സിസ്റ്റം H1 ഓഫ് ഇസഡിന്റെ ഇൻപുട്ട് എന്താണ്? എക്സ് ഓഫ് ഇസഡും Y1 ഓഫ് ഇസഡും അല്ലേ? അതിടെ റിയലൈസ് ചെയ്ത W1 ഓഫ് ഇസഡ് അല്ലേ ആദ്യം വരച്ചത്? അല്ലേ? നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിത് വരയ്ക്കാൻ ശ്രമിച്ചോ ഒന്ന്? ഇത് ശ്രമിക്കണം കേട്ടോ. നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്ത് സബ്മിറ്റ് ചെയ്തോണം, റിയലൈസേഷൻ കൂടെ ചേർത്ത്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേ. ഫോർ ദ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു 1 + 2 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് ഇസഡ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 + 3
3/4 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 1/8 ഇസഡ് റേസ് ടു -2. എഴുതിക്കേ. എഴുതിയോ എല്ലാവരും? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറ, എന്നാലല്ലേ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇസഡ് വൈ ഓഫ് ഇസഡ്, അതായത് വൈ ഓഫ് എൻ തന്നിട്ട് വൈ ഓഫ് ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇസഡ് ട്രാൻസ്ഫോം എടുത്ത് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, ഡയറക്റ്റ് എച്ച് ഓഫ് ഇസഡ് തന്നെ തന്നേക്കുകയാണ്. ഓക്കെ, എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്, 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് ഇസഡ് റേസ് ടു -2 ബൈ 1 മൈനസ് 3/4 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 1/8 ഇസഡ് റേസ് ടു -2. ഓക്കെ, ഇങ്ങനെ തന്നെ എച്ച് ഓഫ് ഇസഡ് തന്നേക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ കാസ്കേഡ്, അതായത് ഒരു കാസ്കേഡ് സിസ്റ്റം റിയലൈസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ആ തന്നേക്കുന്ന എച്ച് ഓഫ് ഇസഡിനെ സെവറൽ ഫങ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കാസ്കേഡിൻ്റെ അത് തന്നെയാണ്. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ, അതായത് തന്നേക്കുന്ന ഈ എച്ച് ഓഫ് ഇസഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് 1 പ്ലസ് ന്യൂമറേറ്ററിനെ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് എന്നും ഡിനോമിനേറ്ററിനെ 1 മൈനസ് 1/2 ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 മൈനസ് 1/4 ഇസഡ് ഇൻവേഴ്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. So that we can write h1 of z as 1 plus z inverse by 1 minus 1/2 z inverse and h2 of z as 1 plus z inverse by 1 minus 1/4 z inverse. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം നമുക്ക്? h1 of zനെ എന്തെഴുതാം? x of z by w1 of z into w1 of z by അല്ല y1 of z by w1 of z into w1 of z by x of z. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. എഴുതിയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ, h1 of zനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. എങ്ങനെ എഴുതാം? y1 of z by x of z. ഓക്കെ, ഇതെന്താ? y1 of z by x of z അല്ല y1 of z by w1 of z and w1 of z by x of z. In effect, the both are same. Only we are multiplying and dividing a factor w1 of z. Okay, from this we can write y1 of z by w1 of z as what? എങ്ങനെ എഴുതാൻ പറ്റും? 1 plus z inverse. ഓക്കെ, ഈ ഒരു ന്യൂമറേറ്റർ എന്താവും? y1 of z by w1 of z ആവും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get it as എന്ത് കിട്ടും? y1 of z, അതായത് y1 of z ഈക്വൽ ടു 1 പ്ലസ് z ഇൻവേഴ്സ് ഇൻറ്റു w1 of z. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുക ഇക്വേഷൻ z ഡൊമൈനിലേക്ക്. എൻ ഡൊമൈൻ എഴുതണമെന്നില്ല, നിങ്ങൾ ഇത്രയും വരച്ചത് z ഡൊമൈനിൽ തന്നെയല്ലേ വരച്ചത്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും എക്സ്ട്രാ വരുത്തണ്ട. അപ്പം നമുക്ക് y1 of z ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് എന്തായിരിക്കും ഈ ടേം? എന്താവും പറഞ്ഞ ആരെങ്കിലും? അതായത് ഈ ഒരു ടേം എന്താവും? w1 of z by x of z എന്തായിരിക്കും? ഇത് 1 പ്ലസ് z ഇൻവേഴ്സ് എടുത്തെങ്കിൽ ആരെങ്കിലും പറഞ്ഞ്? അനുശ്രീ പറഞ്ഞ്. 1 by 1 minus അത് 1 by തന്നെ. എന്നിട്ട് അതിനെ ഇക്വേഷൻ ആക്കിക്കേ. നിങ്ങൾ തന്നെ ശ്രമിച്ചേ.
ഇത്രയും വരച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരയ്ക്കാൻ എളുപ്പം തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ബാക്കിയുള്ളത് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. എന്നിട്ട് അതിന് ഇക്വേഷൻ ആക്കിക്കുക. അതുപോലെ തന്നെ H2 ഓഫ് ഇസഡിന്റെ ഒന്ന് എഴുതിക്കേ. H2 ഓഫ് ഇസഡിനെ എങ്ങനെ എഴുതാം നിങ്ങൾക്ക്? എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് എന്താവും? Y2 ഓഫ് H2 ഓഫ് ഇസഡിന്റെ കേസിൽ എന്തായിരിക്കും? ഈക്വൽ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y2 ഓഫ് ഇസഡ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താവും? ഫസ്റ്റ് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട്, അതായത് Y1 ഓഫ് ഇസഡ്. ഇനി ഇതിൽ എന്ത് ചെയ്യണം? W2 എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കേ എല്ലാവരും. ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇനി നിങ്ങൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പം എന്ത് കിട്ടും? ഫസ്റ്റ് H1 ഓഫ് ഇസഡിനെ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ H2 ഓഫ് ഇസഡിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 2 ഇക്വേഷൻ കിട്ടും. From those equation you can realize the cascade form. Okay, you can realize the cascade form for the given H of Z. Okay, അതെങ്ങനെ കിട്ടും? ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ.